ശ്രീ ഗോപകുമാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിലയിരുത്തലാകും, ഒപ്പം വികസനം, അത് MLA-യെയും MP-യെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ ജി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എന്ത് മുന്നോട്ട് നിർത്തിയാണ് നിങ്ങൾ ജി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത് 2014 മുതൽ 24 വരെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന വികസന മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ. ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഭാരതത്തിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം എത്തിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. കിസാൻ സമ്മാൻ നിധി, ഭാരതത്തിലെ കർഷകർ അവരുടെ അക്കൗണ്ടിലേക്ക് 6000 രൂപ എത്തുന്നു. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു രാജ്യത്ത് ആത്മഹത്യ ചെയ്ത കർഷകരുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കേരളത്തിൽ ആത്മഹത്യ നടന്നില്ലേ? കർഷക ആത്മഹത്യ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൊണ്ട് ഈ സംസ്ഥാനത്ത് നെല്ലുൽപാദന മേഖലയിൽ കുട്ടനാട് അടക്കമുള്ള പ്രദേശത്ത് ആ നെൽകർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് കേന്ദ്ര ഗവൺമെന്റ് നയവൈകല്യം കൊണ്ടാണോ? ഇവിടെ ഈ സംസ്ഥാനത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ സംസ്ഥാന ഗവൺമെന്റിനെ പിണറായിയെ പേരെടുത്തു പറഞ്ഞാണ് ആ കർഷകന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്ത് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ GDP-യുടെ 20% ഇന്ന് കാർഷിക മേഖലയിൽ നിന്നാണ്. ആദ്യമായിട്ടാ കാർഷിക മേഖലയിൽ GDP-യുടെ 20% സമരത്തെ കണ്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. കർഷക സമരം ഇവിടെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഇവരൊക്കെ. അവരുടെ സമരം, അവരിങ്ങനെ ഇത്രയും കാലങ്ങളാണ് സമരം ചെയ്യേണ്ടി വരുന്നത്. ആദ്യത്തെ തവണയല്ലല്ലോ. താങ്കൾ തന്നെ ആ പോയിന്റ് കൃത്യമായി പറയുകയാണ്. മൊത്ത കച്ചവടമായി നിന്നവർക്ക് ഇന്ന് ഈ ഭാരതത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം രക്ഷയില്ല. മറിച്ച് സാധാരണക്കാർ, കർഷകർ, അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക്, കാർഷിക വിളകൾക്ക് കൃത്യമായ ന്യായവില ഉറപ്പാക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ നിന്ന്, അതിൻ്റെ വിപണന മേഖലയിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കിയതിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടത്. ഇപ്പോൾ അവിടെ നിൽക്കുന്നു കർഷക സമരം. ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക കക്ഷികൾ, ഭീകരവാദികൾ അടക്കം സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് ആ സമരമെന്ന് ഭാരതീയ ജനത തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആ സമരത്തിന് പിന്നീട് വലിയ പിന്തുണ കിട്ടാതെ പോയത്. ഞാൻ എടുത്തു പറയുന്നു, GDP-യുടെ 20% കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനത്തിന്റെ കൊല്ലത്തേക്ക് വന്നാൽ മുന്നോട്ട് വെക്കുന്നത്, അതെ, നമ്മളൊന്ന് വഴിമാറിപ്പോയതാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം, സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്താൻ നേരിട്ട് അവന്റെ അക്കൗണ്ടുകളിലേക്ക് ധനസഹായം കൊടുക്കുക, അവന്റെ ജീവിത അഭിവൃദ്ധിക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, ഇതടക്കം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഭാരതത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് റെയിൽവേ പാളങ്ങളാകട്ടെ, ദേശീയപാതയുടെ വികസനമാകട്ടെ, വിമാനത്താവളങ്ങളുടെ വികസനമാകട്ടെ, തുറമുഖങ്ങളുടെ വികസനമാകട്ടെ, ലോകത്തിലെ ഏത് അന്താരാഷ്ട്ര സമൂഹത്തോടും മത്സരിക്കത്തക്ക രീതിയിൽ ഭാരതത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഒപ്പം ദരിദ്രർ, പാവപ്പെട്ടവർ, അവർക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ആ വികസന പദ്ധതികളാണ് 10 വർഷക്കാലം ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ് ഇന്ന് കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 400-ലധികം സീറ്റുകളിലേക്ക് NDA സഖ്യം, BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം പോകുമെന്ന് പറയുന്നത് ഭാരതത്തിലെ ജനങ്ങൾ അർപ്പിച്ചുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ ഉണ്ടാവണമെങ്കിൽ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാവണം. ഇവിടെ ചില സൂചനകളൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് ആ പ്രേമചന്ദ്രൻ ഇങ്ങനൊരു വികസന രേഖ പുറത്തിറക്കുന്നത് ശ്രീ ചാമക്കാല സൂചിപ്പിച്ചു. 96-ലും അദ്ദേഹം ഇവിടുത്തെ MP ആയിരുന്നു. 98-ലും MP ആയിരുന്നു. രാജ്യസഭാ അംഗമായി. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ 2014-ന് മുമ്പ് പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം എന്ത്? ഇതിനകത്ത് ഇത് എനിക്ക് തോന്നുന്നു 2-3 കോപ്പി ഉള്ളെന്ന് തോന്നുന്നു. അധികം ആൾക്കാരിൽ നിന്നും വീടുകളിൽ നിന്നും ഈ കോപ്പി കൊടുത്തിട്ടില്ല. അങ്ങനെ കോപ്പി കൊടുക്കാൻ പറ്റത്തില്ല.
കാര്യം ഈ വികസന രേഖയിൽ പറഞ്ഞിട്ടുള്ളത് 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് ദേശീയപാതയുടെ വികസനം, പ്രേമേന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റ് ചോദിച്ചിട്ടാണോ കേരളത്തിൽ ദേശീയപാതയുടെ വികസനം നടന്നത്? കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഇന്ത്യൻ പാർലമെന്റിൽ പ്രേമേന്ദ്രൻ ചോദിച്ചിട്ടാണോ ആ വികസന പ്രവർത്തനം നടന്നത്? ഇന്ത്യയിൽ 528 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. 3 കേരളത്തിലാ, എറണാകുളം സൗത്തും എറണാകുളം നോർത്തും കൊല്ലവും. ആ റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്റ്റേഷനൊക്കെ 300 കോടിയിലധികം അല്ലേ? 300 കോടിയിലേറെ രൂപ മുടക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തുമ്പോൾ അതിൽ എംപിക്ക് ഒരു പങ്കുമില്ല. ഇന്ത്യയിലെ 508 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചു. കൊല്ലത്തെ ആ മാനദണ്ഡം എന്താ? ഏറ്റവും വിസ്തൃതിയുള്ള പ്ലാറ്റ്ഫോം ഉള്ളത്, ഏറ്റവും കൂടുതൽ ട്രാക്കുകൾ ഉള്ളത്. അങ്ങനെ ഭാരതത്തിന്റെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ 528 റെയിൽവേ സ്റ്റേഷനുകളെയും ആ തരത്തിലേക്ക് ഉയർത്തുന്നതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചു. ആ മാനദണ്ഡങ്ങളിൽ മുന്നിൽ നിന്ന കേരളത്തിലെ 3 റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് അതിന്റെ പണി ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇവർ തമ്മിലെ തർക്കം എന്താ? പാർലമെന്റിൽ ഞങ്ങൾ 524 ക്വസ്റ്റ്യൻ ചോദിച്ചു. അദ്ദേഹം സൂചിപ്പിച്ചു 77-ൽ AKG ഉജ്ജ്വലമായ പ്രസംഗം നടത്തി. ഈ പ്രസംഗവും ചോദ്യവും അല്ല ജനത്തിന് വേണ്ടത്. ജനത്തിന് വേണ്ടത് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പദ്ധതികൾ, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികൾ. അല്ലാതെ പാർലമെന്റ് ചോദ്യം തമ്മിൽ തർക്കം എന്താ? അവർ രണ്ടും ഒരേ മുന്നണിക്കാരാ. തർക്കം എന്താ? MLA ഒന്നും ചെയ്തില്ല, MP ഒന്നും ചെയ്തില്ല. ഒരേ മുന്നണിയുടെ 2 പേർ. ഇത് തന്നെയാണ് ജനം വിലയിരുത്തുന്നത്.